ഹായ് ഫ്രണ്ട്സ്, നിറക്കൂട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊഞ്ച് കൊണ്ട് നമുക്കൊരു ലോലിപോപ്പ് ഉണ്ടാക്കിയാലോ? നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സ്വീറ്റ് ലോലിപോപ്പ് അല്ല, ഒരു സ്പൈസി ലോലിപോപ്പ്, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ. അപ്പോൾ സ്പൈസി ലോലിപോപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ചിലേക്ക് മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് കാശ്മീരി ചില്ലി, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്ത ശേഷം 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇനി അരപ്പ് പുരട്ടി വെച്ചേക്കുന്ന ഓരോ കൊഞ്ചിനും ഈർക്കിൽ കോർത്തെടുക്കുക. കൊഞ്ച് ഫ്രൈ ചെയ്യുമ്പോൾ ചുരുണ്ടു പോകാതിരിക്കാനാണ് ഈർക്കിലിൽ കുത്തിയെടുക്കുന്നത്. കൊഞ്ച് ഈർക്കിലിൽ കുത്തിയെടുക്കുന്നതിനായിട്ട് മോള് സഹായത്തിനായുണ്ട്. മോനും മോക്കും കൊഞ്ച് വലിയ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് സഹായത്തിനായി കൂടിയിരിക്കുന്നത്. സാധാരണ ഫ്രൈ ചെയ്യുന്നതിനേക്കാളും വ്യത്യാസമുള്ളതിനാൽ കുട്ടികൾക്ക് ഈർക്കിൽ കുത്തിയെടുക്കുമ്പോൾ നല്ല ഇഷ്ടമാകും. പ്രോൺ ലോലിപോപ്പ് തയ്യാറാക്കുന്നതിനായിട്ട് അടുപ്പ് കത്തിച്ച് ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ വീത്തുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിന് മുകളിലേക്ക് ഓരോ കൊഞ്ചായി വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം കൊഞ്ച് എണ്ണയിലേക്ക് ഇടാൻ ശ്രദ്ധിക്കുക. ഈർക്കിൽ കുത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് അത് ലോലിപോപ്പ് പോലെ എടുത്ത് കഴിക്കാൻ നല്ല എളുപ്പമായിരിക്കും. കൊഞ്ചുകളെല്ലാം എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി അത് മൂത്ത ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഒരു വശം നന്നായി മൂത്ത് കഴിഞ്ഞു. മറുവശവും അതുപോലെ തിരിച്ചിട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കുക. എന്നും ഒരുപോലെ ഫ്രൈ ചെയ്ത് കൊഞ്ച് കൊടുക്കുന്നതിനേക്കാൾ നന്നായി വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. കൊഞ്ച് നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി കുറച്ച് ഡെക്കറേഷൻ ആയാലോ? കുറച്ച് സവാള വട്ടത്തിനരിഞ്ഞതും ഒരു കരിവേപ്പിലയും ചേർത്ത് ഡെക്കറേഷൻ ചെയ്യാം. സ്പൈസി പ്രോൺ ലോലിപോപ്പ് തയ്യാറായി കഴിഞ്ഞു. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ചോറ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ മക്കളിവിടെ ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങി. എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക.